വാഴക്കാട് പോക്സോ കേസിൽ കരാട്ടെ പരിശീലകൻ സിദ്ദിഖ് അലിയെ മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി വെറുതെ വിട്ടു. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനെ തുടർന്നാണ് 2 കേസുകളിൽ നിന്നും ഇയാളെ വെറുതെ വിട്ടത്. 2024 ഫെബ്രുവരിയിൽ ഒരു വിദ്യാർത്ഥിനി ചാലിയാറിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് കരാട്ടെ പരിശീലകനെതിരെ വ്യാപക പരാതികൾ ഉയർന്നത്. വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ കരാട്ടെ പരിശീലകൻ സിദ്ദിഖ് അലിയെയാണ് മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി കുറ്റവിമുക്തനാക്കിയത്. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനെ തുടർന്നാണ് 2 കേസുകളിൽ നിന്നും ഇയാളെ വെറുതെ വിട്ടത്. 2024 ഫെബ്രുവരിയിൽ ഒരു വിദ്യാർത്ഥിനി ചാലിയാറിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് കരാട്ടെ പരിശീലകനെതിരെ വ്യാപക പരാതികൾ ഉയർന്നത്. പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം കൂടുതൽ പേർ പരാതിയുമായി മുന്നോട്ട് വരികയും 17കാരി നൽകിയ 14 പേജുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2024 ഏപ്രിൽ 5-ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുകയും ചെയ്തിരുന്നു. കേസിലെ പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ കോടതി ഗൗരവമായി പരിഗണിച്ചു. കരാട്ടെ ക്ലാസ് നടന്നത് പ്രതിയുടെ വീടിൻ്റെ ഓപ്പൺ ടെറസിലാണെന്നും പകൽ സമയത്ത് 25ഓളം പെൺകുട്ടികൾ അടങ്ങുന്ന ബാച്ചുകളിൽ 3 വനിതാ പരിശീലകരുടെ സാന്നിധ്യത്തിലാണ് ക്ലാസുകൾ നടന്നിരുന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നത് അവിശ്വസനീയമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. കൂടാതെ 2021 അച്ചടക്ക നടപടിയുടെ ഭാഗമായി ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട ചില വിദ്യാർത്ഥികളുടെ ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നും വാദമുയർന്നു. കേസിൽ പ്രധാന തെളിവായി പോലീസ് കണക്കാക്കിയിരുന്ന CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നത് വിധിയിൽ നിർണായകമായി. കൂടാതെ പീഡനം നടന്നെന്ന് പറയുന്ന സംഭവങ്ങളിൽ പരാതി നൽകാൻ 1.5 വർഷത്തോളം കാലതാമസമുണ്ടായതും കേസിനെ ദുർബലപ്പെടുത്തിയതായി പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. ഇതോടെ തെളിവുകളുടെ അഭാവത്തിൽ സിദ്ദിഖ് അലിയെ കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.